മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും കാമുകന്റെ മാതാപിതാക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അമ്മയുടെയും കാമുകന്റെ ജീവിതത്തിന് തടസ്സമാകാതിരിക്കാനാണെന്ന് പോലീസ്. കുഞ്ഞിനെ ഇവർ നിരന്തരം മർദ്ദിച്ചിരുന്നു. ഇത് തുടർന്നതോടെയാണ് മരണം സംഭവിച്ചത്. ശ്രീപ്രിയയും ജയസൂര്യനും കടലൂരിൽ നിന്നെത്തി താമസിച്ചിരുന്ന തിരൂർ പുല്ലൂർ വലിയപ്പറമ്പിലെ വീസ്റ്റോൺ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സമീപത്തുള്ളവർ കുഞ്ഞെവിടെയെന്ന ചോദ്യം ഉന്നയിക്കുമോ എന്ന ഭയത്താൽ പിന്നീട് ഇവിടെ നിന്ന് മാറി സമീപത്തെ മറ്റൊരു ക്വാർട്ടേഴ്സിൽ താമസമാക്കി. ക്രൂരമർദ്ദനമേറ്റ് മരിച്ച കുഞ്ഞിനെ ബാഗിലാക്കി ശ്രീപ്രിയ തന്നെയാണ് ഉപേക്ഷിക്കാൻ കൊണ്ടുപോയത്. തിരൂരിൽ നിന്ന് ട്രെയിൻ കയറി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം പ്ലാറ്റ്ഫോമിലെ നടപ്പാലത്തിന് താഴെയുള്ള മാലിന്യക്കൂനയിൽ മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. കൊലപാതക വിവരം സംബന്ധിച്ച ചോദ്യം ചെയ്യലിൽ ശ്രീപ്രിയ ആദ്യം പറഞ്ഞത് കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിലാക്കി തൃശൂർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പടിക്കെട്ടിൽ ഉപേക്ഷിച്ചെന്നാണ്. എന്നാൽ പടിക്കെട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗ് കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സ്റ്റേഷൻ പരിസരത്ത് എവിടെയും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ലെന്നും റെയിൽവേ പോലീസ് പറഞ്ഞതോടെ ശ്രീപ്രിയ സത്യം മറച്ചുവെക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി. ശ്രീപ്രിയയുമായി റെയിൽവേ സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്ലാറ്റ്ഫോമിലെ മേൽപ്പാലത്തിന്റെ പടിക്കെട്ടിനോട് ചേർന്ന ഓടയിലേക്ക് മൃതദേഹം തള്ളിയെന്ന് വെളിപ്പെടുത്തിയത്. മാലിന്യ കൂനക്കരികിൽ നിന്ന് ബാഗ് പോലീസ് പുറത്തെടുത്ത് തുറന്നപ്പോൾ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മാലിന്യത്തിന്റെ ദുർഗന്ധ രൂക്ഷമായിരുന്നതിനാൽ മൃതദേഹം ഇവിടെ കിടക്കുന്ന വിവരം ആരും അറിഞ്ഞില്ല. തെളിവെടുപ്പ് നടക്കുന്ന സമയം അത്രയും മുഖം കുനിച്ച് മേൽപ്പാലത്തിന്റെ പടിക്കെട്ടിൽ ഇരിക്കുകയായിരുന്നു ശ്രീപ്രിയ. കൊലപാതകത്തിൽ പ്രതികളായ കുഞ്ഞിന്റെ അമ്മ തമിഴ്നാട് കടലൂർ നെയ്യോലി ആർച്ചവടകത്തെ രാമലിംഗന്റെ മകൾ 19-കാരി ശ്രീപ്രിയ, കാമുകൻ ജയസൂര്യന്റെ പിതാവ് കുമാർ, മാതാവ് ഉഷ എന്നിവരെ ശനിയാഴ്ച റിമാൻഡ് ചെയ്തു. ശ്രീപ്രിയ, ഉഷ എന്നിവരെ മഞ്ചേരിയിലെ വനിതാ ജയിലും ജയസൂര്യൻ, കുമാർ എന്നിവരെ തിരൂർ സബ് ജയിലുമാക്കി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യക്കൂനയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം ഇവരുടെ കുഞ്ഞിന്റേത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കുഞ്ഞിന്റെയും ശ്രീപ്രിയയുടെയും DNA സാമ്പിൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്.